ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ സ്ക്വിഷ് ഉണ്ടാക്കലാണ്. അപ്പോൾ സ്ക്വിഷി എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയും. പിന്നെ ഈ സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോ ചാനലിൽ ഉണ്ടാവും, അല്ലെങ്കിൽ തന്നെ ഇടും. അപ്പോൾ എല്ലാവരും പോയി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. ഇത് സ്ക്വിഷ് ഉണ്ടാക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പെന്ന് ഉണ്ടാക്കിയിരുന്നില്ല, ഗ്രീൻ പെന്ന്. ഇതിൻ്റെ വീഡിയോ ചാനലിലുണ്ട്, എല്ലാവരും പോയി കാണാം. പിന്നെ ഇതിക്ക് വേണ്ടത് പ്ലാസ്റ്റർ, പഞ്ഞിയാണ്. പിന്നെ പഞ്ഞിയാണ് മെയിനായിട്ട് വേണ്ടത്. ഈ പഞ്ഞി, ഇങ്ങനത്തെ പഞ്ഞി കുറച്ച് വേണം, അത് സോഫ്റ്റ് പഞ്ഞിയാണ്. മുറിയായാൽ കിട്ടുന്ന പഞ്ഞി അത് പറ്റില്ല, പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് പഞ്ഞി ഇല്ലാത്തവർ ബീച്ച് പേപ്പർ നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് നിറച്ചാലും മതി. ഫസ്റ്റ് നമ്മൾ അതായത് സെൻറ്ററിലേക്കാക്കി മടക്കുക. ഈ ഒരു A4 ഷീറ്റ് സെൻറ്ററിലോട്ടാക്കി മടക്കിയതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു പിക്ചർ, ഇങ്ങനെ മറക്കിയതിന് ശേഷമാണ് പിക്ചർ ഒട്ടിക്കേണ്ടത്. പിക്ചർ ഒട്ടിക്കല്ല, നല്ല ക്യൂട്ട് പിക്ചർ വരയ്ക്കുക. ഞാനിവിടെ വരയ്ക്കാൻ പോണേ ഒരു ഐസ്ക്രീം സ്ക്വിഷിയാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒരു നാച്ചുറൽ പറ്റുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, ബട്ടർഫ്ലൈ സ്ക്വിഷി ആക്കാം. ഞാനത് ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ഞാനൊരു കളർ കൊടുക്കുക, ബട്ടർഫ്ലൈനാണ് വരച്ചത്. കുറച്ച് തിരിച്ച് വേണ്ട. ഇവിടുന്ന് ഇങ്ങനെ ആയിട്ട് കട്ട് ചെയ്തത് മനസ്സിലായി. എങ്ങനെ കട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ പഞ്ഞി വെക്കുമ്പോഴാണ് ഒരിക്കലും ടഫായിട്ട് തോന്നുന്നത്. സ്ക്വിഷ് ഉണ്ടാക്കാൻ അറിയാത്തവർ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ. ഇതറിയാത്തവർക്ക് മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുകയും വേണം. ഫ്രണ്ട്സ്, ഞാനിത് അതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് പേപ്പർ വേസ്റ്റ് പേപ്പർ ഒഴിവാക്കുക. ഇത് ഒഴിവാക്കേണ്ടത് ഇത് ആവശ്യമാണ്. ഇവിടെ നമുക്ക് പഞ്ഞി വെക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഹാഫ് സൈഡ് പ്ലാസ്റ്റർ ഒട്ടിക്കണം. വൺ സൈഡ് മാത്രം ഒരു സൈഡിൽ ഒട്ടിച്ചാൽ മതി. ഫ്രണ്ട്സ്, ഞാനിവിടെ പ്ലാസ്റ്റർ ഇവിടെ ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒറ്റ സൈഡിൽ, ബാക്ക് സൈഡ് അങ്ങനെയില്ല. ഇനി നമ്മൾ ഇങ്ങനെ ഇത് മടക്കിയതിന് ശേഷം ഹാഫാക്കിയിട്ട് മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ സൈഡും ഒന്ന് പ്ലാസ്റ്റർ ഒട്ടിച്ചെടുക്കാം. നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ ഒട്ടിച്ച് അതിപ്പോൾ ഒരു പോക്കറ്റുമായി ഒരു പേഴ്സ് മാറി എടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വേണ്ടത്ര പഞ്ഞി നിറച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഗസ്സിങ് ഉണ്ട്. ഇതിപ്പോൾ പഞ്ഞി ഇട്ടതിന് ശേഷം പ്ലാസ്റ്റർ ഒട്ടിച്ചതിന് കഴിഞ്ഞാൽ പിന്നെ ഈ പഞ്ഞി എടുക്കാൻ കഴിയില്ല. ഇതത് നല്ല പഞ്ഞി വെച്ചാൽ ഇത് അതുപോലെ ഇരിക്കും. അതുകൊണ്ട് പഞ്ഞി നടുവിൽ സെൻറ്ററിലാക്കിയാണ് വരക്കേണ്ടത്. ഇതിപ്പോൾ തന്നെ ഒരു സ്ക്വിഷ് പോലെ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെക്കണം. പിന്നെ നമ്മൾ ഇത് വെച്ച ഭാഗം ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഹോളൊക്കെ കാണുന്നിടത്തുമ്പോൾ അങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിന്ന് റിയൽ ആണോ ഫേക്കാണോ നോക്കാം. നമ്മളങ്ങനെ ചെവിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ബിന്ദിയിൽ ഇത്തിരി പഞ്ഞി കുറവുണ്ട്. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ കുറച്ചധികം പഞ്ഞി വെച്ചോളാം. എൻ്റെ അടുത്തുള്ള ഒരു സ്ക്വിഷും കൂടെ ഉണ്ട്, ഇതുപോലെ ഒരു ഐസ്ക്രീം സ്ക്വിഷ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മറ്റേ സ്ക്വിഷ് ഉണ്ടാകുന്നത്. ഇതാണ് ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. ബൈ.